No, I don't like that picture. Oh, I knew you don't like it because No, it was yeah. just after fight. കൊച്ചെ കൊച്ചെ ഒന്ന് നിന്നേ. നമ്മുടെ ഈ മേസ്ത്രിയുടെ വീട് ഏതാ? മേസ്ത്രിയോ? ആ, ഈ കെട്ടിടം പണിയുടെ മേൽനോട്ട് നടത്തുന്ന മേസ്ത്രി ഇവിടെ അടുത്തെവിടെയാണ്? Gigi, we will go. ദേ വരുന്നു. മേസ്ത്രിമാരൊന്നും ഇവിടെ കാണില്ല. ഞങ്ങളെ പോലെ വലിയ വലിയ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമായത്. Gigi, ആരായി തള്ള? തള്ളയാ? ആരുടെ തള്ള? നിന്നെ കണ്ട എന്റെ തള്ളയാണെന്ന് തോന്നല്ലോടി. What? മേസ്ത്രിയുടെ പേരെന്താ ചേച്ചി? സുകുമാരൻ. ഭാര്യയുടെ പേര് കാഞ്ചന. ഓ, നമ്മുടെ കാഞ്ചിയും സുകുമാരനും. സുകുമാരൻ മേസ്ത്രിയാണോ? എഞ്ചിനീയർ അല്ലേ? അവൻ മേസ്ത്രിയാന്നേ. വീട് ഏതെന്ന് പറഞ്ഞാ മതി. ആ കാണുന്നത് തന്നെയാ. കേട്ടല്ലോ, മേസ്ത്രി. എനിക്ക് അവരുടെ കാര്യത്തിൽ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. അല്ലേലും ഒരു എഞ്ചിനീയർ ലുക്കൊന്നും അയാൾക്കില്ലെന്നേ. നാണക്കേടായി പോയി. എഞ്ചിനീയർ ആണെന്ന് കരുതി വെറുതെ ഞാൻ അയാളെ റെസ്പെക്ട് ചെയ്തു. നിങ്ങളോട് പോകാനാ പറഞ്ഞത്. കെട്ടുമുട്ടായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കാൻ മനുഷ്യനെ നാണം കെടുത്താൻ. നിങ്ങളെയൊക്കെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടല്ലടി മോളെ അമ്മായി വന്നത്. ഓ പിന്നെ, ഒരാളുടെ ശല്യം വേണ്ടെന്ന് കരുതി ഇങ്ങോട്ട് പോന്നത്. ഇവിടെ സ്വൈരം തരില്ലെന്ന് വെച്ചാ? ഇവിടെ താമസിക്കുന്നവരെ അന്തസ്സുള്ളവരാ. ഈ കോലത്തിലുള്ള നിങ്ങൾ സുഖേട്ടന്റെ ബന്ധുവാണെന്ന് അറിഞ്ഞാ പിന്നെ സുഖേട്ടൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിന് മാത്രം എനിക്ക് എന്താടി ഒരു കുറവ്? നിന്റെ പ്രായത്തിലെ നിന്നെക്കാ 100 ഇരട്ടി പത്രാസിൽ ജീവിച്ചോളാടി ഞാൻ. നീ എന്റെ അടുത്ത് വലിയ ആളാവണ്ടാട്ടാ. ദേ, നിങ്ങളോട് പോകാൻ പറഞ്ഞത്. എടി, നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന പെങ്കോന്തനുണ്ടല്ലോ, അവൻ ഈ തോളിലിട്ട് വളർത്തിയോളാടി ഞാൻ. അപ്പുറത്ത് ഇപ്പത്തുള്ളൊരു കേക്കല്ലേ ഈശ്വര. കേക്കട്ടടി, എല്ലാവരും കേക്കട്ടെ. നീ വലിയ അന്തസ്സുകാരിയാണെന്ന് നാട്ടുകാരെ അറിയിട്ടടി. എടി, ഒരു കാലത്ത് നീ ഗുണം പിടിക്കില്ലടി. നിന്റെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞിട്ടേ ഞാൻ വന്നിട്ടുള്ളത്. തള്ളേ, പാവ ദേവികരെ പുറത്ത് നീ കുതിര കയറി അല്ലേ? മോഹൻ എന്നോട് എന്ത് തെറ്റാടി ചെയ്തത്? അതെ, എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് നീ വിചാരിക്കണ്ട. എന്നെ നീ അവമാനിച്ചു എന്ന് എന്റെ മോൻ കുമാരനങ്ങാനും അറിഞ്ഞ ആ നിമിഷം നിന്നെ വെട്ടിക്കൊല്ലുടെ അവൻ. ഈശ്വര, നിങ്ങൾ എല്ലാവരും അറിയണം, ഈ ഭദ്രകാളി ഉണ്ടല്ലോ, ചേട്ടനനിയന്മാര് തമ്മിൽ തെറ്റിച്ച് ഒളിച്ചു വന്നിരിക്കുന്ന വേഷവിത്ത. യുസി, ഞാൻ ഈ കോളനിയിലെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റാണ്. തള്ള ബഹളം ഉണ്ടാക്കാതെ പോണം. എടി അലവിലാതി, ഞാൻ നിന്റെ തള്ളയിലാന്ന് പറഞ്ഞതല്ലടി. എനിക്ക് മേലും കീഴും നോക്കാനില്ല. മിന്നണ സാരി എടുത്തോണ്ടോ മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. ഓ, നിന്നെയൊക്കെ സഹിക്കണം നിങ്ങളുടെ കെട്ടിയോമാരെ മുക്കാലി കെട്ടിച്ചടിക്കണം. നിനക്ക് ഞാൻ വെച്ചണ്ടടി അമ്പടി. നിനക്കെന്റെ സ്വഭാവം അറിയില്ല അല്ലേ? തൃപ്തിയായല്ലോ? അയ്യോ, അത് ഞങ്ങളുടെ ആരുമല്ല. വേണ്ട വേണ്ട, എല്ലാം ഞങ്ങൾക്കറിയാം. നുണ പറയുന്നതിന് ഒരു കണക്കൊക്കെ ഉണ്ട്. ഈ കോളനിയിലെ ഇതുപോലുള്ള വൃത്തികേട് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ ഇൻസൾട്ട് ചെയ്ത സംഭവം കോളനി കമ്മിറ്റിയിൽ ഞാൻ വെക്കാൻ പോവാ. Come on, Gigi. I will see to this. You go, man. അവളെ ഞാനും. Yes. We don't want to trouble you. The Indian CIDs are nuts for us. Where is the crown? ഏത് ഇന്ത്യൻ CID, ഏത് crown? What Indian CIDs, which crown? The CID is staying here, is paying guests. CIDs? Paying guests? Where the hell is the crown? മണ്ണാങ്കട്ട അവന്റെ ഒരു crown. You get lost, stupid. അയ്യോ. Where's the crown? I don't know. Where's the crown? No, I don't know. Where's the crown? No, I don't know. I don't know. We are the most wanted criminal in America. Tell the bloody CIDs we're not going to leave them. എനിക്ക് വന്ന നഷ്ടത്തിനെ ഞാൻ കേസ് കൊടുക്കും. ഞങ്ങൾ മോഷ്ടിക്കാനുമല്ല വന്നത്. അയ്യോ, ഒരക്ഷരം വേണ്ടി പോയി. I say you get lost. ഇതിന്റെയൊക്കെ അർത്ഥം എന്തുവാടേ? എവിടെ ചെന്നാലും അടിയും ഇടിയും തൊഴി ഇംഗ്ലീഷുകാർ വരെ തള്ളക്ക് വിളിച്ചു തുടങ്ങി. ഗോപി, സുരേന്ദ്ര, നീ വിഷമിക്കാനിടെ. നിനക്ക് വിഷമമില്ലേ? ഇടേ, നമ്മൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വട്ട് പിടിച്ചാലേ. അതോ ഇനി നമുക്കാണോ വട്ട്? ഈ തള്ള ഞാൻ ഒരുത്തനെ കാണുന്നില്ലല്ലോ. ഇന്ന് കടമടക്കമാണോ? ഒരുത്തം മാത്രം ഒരല്പം ജീവനോടുകൂടെ ഉണ്ട്. ഇതെന്ത് പറ്റി ജോർജ് ചേട്ടാ? നിൽക്കവിടെ. കൊല്ലും കണ്ടില്ല ഞാൻ. നീയൊക്കെ CID ആണെങ്കിൽ ഞാൻ ഒരു കേടിയാണെന്ന് കൂട്ടിക്കോ. CID യോ?
ജോർജ് ഏട്ടന് മറ്റു പിടിച്ചോ? അതേടാ, ഞാനും CID ആണെന്ന് അവന്മാര് പറഞ്ഞത്. എന്റെ ഈ കൈ തല്ലി ഓടിച്ചതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാ. വിടില്ല ഞാൻ. നിനക്കൊക്കെ ചോറ് തന്ന ഈ കയ്യ് നീയൊക്കെ തന്നെ തല്ലി ഓടിച്ചു. മേലിൽ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ഇറങ്ങണ വെളിയിൽ. ഈ ജാതകത്തിലൊക്കെ സത്യം ഉണ്ടെന്ന് ഇപ്പൊ ശരിക്ക് ബോധ്യായി. അമ്മയുടെ കത്തിലുണ്ടായിരുന്നു ശനി തലയ്ക്ക് മീതെ നിൽക്കുകയാണ്, വളരെ സൂക്ഷിക്കണം. അത് നിന്റെ കാര്യം. എന്റെ ജാതക പ്രകാരം എനിക്കിപ്പോ വളരെ നല്ല സമയമാണ്. എന്തോന്ന് നല്ല സമയം? ആദ്യം കുടികിടപ്പ് നഷ്ടപ്പെട്ടു, പിന്നെ ശക്തമായ ദേഹോദരവും, ഇപ്പൊ ഇതാ അന്നവും തുലഞ്ഞു. എരപ്പാളി ജാതകക്കാരന്റെ കൂടെ നടക്കുന്നവനും എരന്നു പോകുന്നതായിരിക്കും ഫലം. സത്യം പറ, നീ CID ആണ്? CID നിന്റെ ഞാൻ വല്ലം വിളിച്ച് പറയേ. പിന്നെ ഇതെന്ത് പണ്ടാരമാണെന്നാ ഞാൻ ചോദിക്കുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൈയും കാലിട്ട് അടിച്ചോണ്ടിരിക്കുന്നതിനിടയില. ഏതായാലും ഞാൻ CID ഇല്ലെന്ന് എനിക്ക് ഉറപ്പാ. ചിലപ്പോ രാമദാസെന്നും വിജയനെന്നും പറഞ്ഞ് 2 CID കാണുമായിരിക്കും. അവന്മാരെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ കൂത്തി ഞാൻ കുടലെടുക്കും. എന്നിട്ടോ മനസ്സമാനത്തോട് ജയിലിൽ പോയി കിടക്കൂടെ? അത് ശരി. ആട്ടെ, ഇത്തവണ പാസ്സാവോ? ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഓഹോ, ഇത് തന്നെ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞത്. എന്നിട്ട് എന്തായി? സുഖമായിട്ട് അങ്ങ് തോറ്റു. തോൽവി എന്ന് പറയുന്നത് വിജയത്തിന്റെ മുന്നോടിയാ. കേട്ടില്ലേ? ഇതാ തള്ള. പിന്നെ പിള്ള എങ്ങനെ നന്നാവും? ഇവള് SSLC പാസ്സായാൽ ഇവളുടെ അച്ഛൻ തിരുപ്പതിയിൽ പോയി തല മൊട്ടയടിക്കാമെന്ന് നേർന്നതാ. അയാളുടെ ഒരു ഭാഗ്യത്തിന് മൊട്ടയടിക്കേണ്ടി വന്നില്ല. ഒന്നോട് ചോദിച്ചേ, 5 പ്രാവശ്യം BA എഴുതി ജയിക്കുന്നതും SSLC തോക്കുന്നതും രണ്ടും ഒരുപോലെയാ. എന്നാലും വിദ്വാൻമാർക്ക് വെച്ച് വിളമ്പാൻ ഞങ്ങളെ തന്നെയല്ലേ കിട്ടിയുള്ളൂ. പെണ്ണുങ്ങളായ വെക്കാനും വിളമ്പാനും പഠിക്കണം. അതിനു മേലെ ഒരു പഠിപ്പും വേണ്ട. പറഞ്ഞു കൊടുക്കുക ചേച്ചി. ഇപ്പൊ അവര് യൂണിയനായി. നിന്റെ ഈ പാചക വിരുദ്ധുണ്ടല്ലോ, അതെന്റെ മോളെ പഠിപ്പിക്കണ്ട. എന്റെ വിരുദ്ധന് എന്താ ഒരു കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. എന്റെ മോളെ കെട്ടുന്നവന്റെ കൂടെ അവൾ 2 ദിവസം ഒരുമിച്ച് താമസിക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നു. അല്പം ഓഫീസർക്ക് ബാക്കിയുണ്ട്. ഓ, ഒരു അത്യാവശ്യ കാര്യം പറയാനായി ഇങ്ങോട്ട് കയറിയത്, അത് മറന്നു. ബാലുവിന്റെ കത്ത് വന്നിരുന്നു. അവന് കാവേരിയെ വളരെ ഇഷ്ടമായി. ഏട്ടനും ഏട്ടത്തിയമ്മയും കൂടെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ എന്നാ അവൻ എഴുതിയിരിക്കുന്നത്. എന്ത് തീരുമാനിക്കാൻ? നമ്മൾ ബന്ധുക്കളാകാൻ പോവുക. ഞാൻ ഇന്ന് തന്നെ അവൻ എഴുതിക്കോളാം. ശരി. ചെക്കന് പൊക്കം കുറവല്ലേ എന്നൊരു സംശയം താൻ കണ്ടിട്ടുണ്ടോ? ഇയാളല്ലേ അനിയൻ, ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. എന്റെ മോക്കും വലിയ പൊക്കമൊന്നും ഇല്ലല്ലോ. പൊക്കമുള്ള ആൺകുട്ടികളൊക്കെ ഇവിടെ ഉണ്ടേ. എനിക്ക് വേണ്ട. താൻ ഇടംകൊള്ളിടാത്ത ഒരു കാര്യവുമില്ലല്ലോ എന്ന് വിചാരിച്ചിപ്പോ എന്റെ മോനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കാൻ പറ്റുമോ? വരട്ടെ. അപ്പൊ പറഞ്ഞതുപോലെ ശങ്കുണ്ണിപ്പിള്ളയുടെ എല്ലാ വിവരം അറിഞ്ഞുകൊണ്ട് വന്ന് എന്നോട് പറയണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഏറ്റോ? ആ. എന്റെ കല്ലേയോ കാലേ. ഇവിടെ എവിടെ പോയത്? ബെല്ലും ബ്രേക്കും ഇല്ലാതാണോ ഉന്തുവണ്ടി കൊണ്ട് നടക്കുന്നത്? സിസ്റ്ററെ, പെങ്ങളെ, കൊടപ്പെങ്ങളെ, പെങ്ങളെ. ചേട്ടാ, ഇവിടെ താമസിക്കുന്ന
ശങ്കുണ്ടെ പിള്ളയെ കുറിച്ച് വല്ലതും അറിയോ? അറിയാവല്ലോ. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ചില വിവരങ്ങൾ അറിയാനുണ്ട്. എന്താ അറിയണ്ടേ? ഗുരു, ആരോ വരുന്നുണ്ട്. പുതിയ പാർട്ടി ആയിരിക്കും. കൊറേ ദിവസമായിട്ട് ഞാൻ നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുക. ആര്, നീയോ കഞ്ഞി? കഞ്ഞിയല്ലടാ കുഞ്ഞി. നീ എന്തിന് അനുവാദമില്ലാതെ ഈ പവിത്രമായ പർണശാലയ്ക്കുള്ളിൽ കടന്നു വന്നു? ഇന്നേ എന്റെ തത്തമ്മ കുത്തിയെടുത്തത് ഒരു ഹനുമാന്റെ പടമായിരുന്നു, ലങ്കാദഹനം. അതിനുവേണ്ടിയാ ഞാൻ വന്നത്. ആരെവിടെ? എന്താണിവിടെ ഒരു സ്ത്രീ ശബ്ദ ബഹളം? അവരെ ഉടനെ ബാഹ്യസ്ഥലെ പോകസ്ഥലോ. സ്ത്രീയെ, നിന്നോട് ഉടനെ പുറത്തു പോകുവാൻ അദ്ദേഹം പറയുന്നു. നിങ്ങളുടെ തട്ടിപ്പും പറ്റിപ്പും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? കൂടോത്രത്തിന്റെ പേരും പറഞ്ഞ് ആ പാവപ്പെട്ട ചായക്കടക്കാരൻ ഗോവിന്ദനെ നിങ്ങൾ പറ്റിച്ചില്ലടാ. ഞങ്ങൾ പറ്റിച്ചതല്ല, അയാൾ പറ്റിയതാണ്. പിന്നെ ആ ശങ്കുണ്ണിപ്പിള്ളയുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചതും അയാളുടെ വേലക്കാരനെ ചാക്കിട്ട് പിടിച്ച് അയാളുടെ ഡയറി തട്ടിയെടുത്തതും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? അയ്യോ, ഡയറി തട്ടിയെടുത്തതല്ല, തട്ടപ്പെട്ടതാണ്. അതെങ്ങനെ നീ അറിഞ്ഞ്? ഞാൻ അന്വേഷിച്ചറിഞ്ഞു. നീ അന്വേഷിച്ചറിഞ്ഞല്ല, നിന്റെ ചാവാലി തത്ത പറഞ്ഞതായിരുന്നു. ആ തത്തസ്യ വിഷാംശം സേവരെ അനസ്തേഷ്യക്കരോ. ആ തത്തയ്ക്ക് വിഷം കൊടുത്ത് കൊല്ലുമെന്ന് യവൻ അല്ല ഗുരു പറയുന്നു. എടാ, എന്റെ തത്തയ്ക്കല്ല വിഷം കൊടുക്കേണ്ടത്, നിന്റെ തന്തയ്ക്കാണ് വിഷം കൊടുക്കേണ്ടത്. രണ്ടും ഞാൻ അരിഞ്ഞു. കുഞ്ഞി ബഹളം വെക്കല്ലേ, ഞങ്ങളുടെ നല്ല പേര് കളയല്ലേ. നല്ല പേരോ നിങ്ങൾക്കോ? ആ ശങ്കുണ്ണി മുതലാളി ഇവിടെ വരുത്തി അയാളെ പറ്റിച്ച 1000 രൂപ വാങ്ങിച്ചില്ലേ? അത് ഞങ്ങളുടെ ആവശ്യത്തിനാണ്. അതിലെനിക്ക് പാതി തരണം. അതവിടെ മനസ്തേഷ്യ. അത് മനസ്സിലിരിക്കട്ടെ ഉള്ളത്. ഗുരുവിനെ ശിഷ്യനെ ഞാൻ ഒന്നിച്ച് കമ്മിണിക്കും. ശങ്കുണ്ണിപ്പിള്ളയോട് പറയും, ശങ്കുണ്ണിപ്പിള്ള പോലീസിനോട് പറയും. എന്റെ പൊന്നു കുഞ്ഞ്, ഞാൻ തരാം. പക്ഷെ പാതി തന്നെ വേണോ? ഒരു വിട്ടുവീഴ്ച. ഞാൻ പോലീസിൽ പറയും, പോലീസ് നിങ്ങളെ പിടിക്കും. പോലീസ് പാതിപ്പണം കൊടുത്തേഷ്യേ. പാതി പണം തരാൻ നിന്റെ ഗുരു പറയുന്നു. താൻ എന്ത് ഉദ്ദേശിച്ചോണ്ടോ പാതി പണം കൊടുക്കാൻ പറയുന്നേ? നാശത്തെ ഒഴിച്ചു വിട സ്ത്രീ, ഇത് ഒഴിയാ പാതേ സ്ത്രീ. ഇല്ല, കാശ് എടുക്കില്ല. കാശ് തരൂല. ഞാൻ കൊടുക്കാവുന്ന കൊണ്ടുപോയി ഒരു കാര്യം ഉണ്ടോ? ആ കാശ് മുഴുവൻ തനിക്ക് ഇവിടെ നിന്ന് ഉരുട്ടിക്കൊണ്ടിരുന്നാ മതി. ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടാണെന്ന് അറിയാം ഇവിടെ തന്നെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് വരുന്നത്. നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ലേ നീ ഇതെല്ലാം അറിഞ്ഞോണ്ട് വരുന്നത്. നീ ഒരുത്തം കാണാ 10 കാലി ഇവിടെ വന്നത് അറിയാവോ? നീ കമ്പി എണ്ണും. ഞാൻ കമ്പി എണ്ണിയാ നീ എണ്ണു അറിയോ? എടാ, എടപ്പള്ളി കുറുപ്പാണിത്. എടപ്പള്ളി നിന്റെ ഈ തലയിൽ ഞാൻ പള്ളി പണി അറിയാവോ നിനക്ക്? പാണി, ശങ്കരപാണി, നിന്റെ തലയെ ഞാൻ ചക്രം കെട്ടിക്കൊല്ലും അറിയോ? നീ നാളെ പുറത്തോട്ടിറങ്ങ്. നിന്റെ ഭൂതം ഭാവി വർത്തമാനമല്ല ഞാൻ അവിയല് വരുവാക്കും അറിയോ? നീ പുറത്തോട്ടിറങ്ങടാ. അറിയാ നിന്റെ അവൻ പറയുന്നത് എന്നോട് വെളിയിലിറങ്ങാൻ. അത് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് വേണ്ടേ? കളി കുറെ കൂടുന്നുണ്ട്. ഞാൻ കണ്ടില്ല. കാണത്തില്ല, അതെനിക്കറിയാം. കണ്ടാലും നീ ഇത് തന്നെ ചെയ്യും. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീവർഗം മുഴുവൻ എങ്ങനാ അതറിയാവുന്നത് കൊണ്ടാ 15 മാസമുള്ള ബ്രഹ്മചാരിയായിട്ട് തന്നെ കഴിയുന്നത്. എന്താ വാസുകുട്ടി, എന്താ? പുന്നാര മോളെ ചെല്ലിച്ച് സ്വന്തം അമ്മാവന്റെ കാല് വരാൻ തുടങ്ങിയിരിക്കുന്നു. പുന്നയ്ക്കെണ്ണ കിട്ടാൻ പ്രയാസമാ. നീ നല്ലെണ്ണ ഇട്ട് തേച്ചോ? വേണ്ട, സ്ത്രീകൾ തൊട്ടതെല്ലാം അശുദ്ധമാണ്. ശുദ്ധികലശ നടത്തിയിട്ടേ ഞാൻ ഇനി അത് തൊടൂ. ഉള്ളതാ, ശ്രീനിവാസന്റെ കടയിലെ ശുദ്ധമായ നല്ലെണ്ണ കിട്ടും. ചിലരോട് ചോദിച്ചില്ല. എന്തോ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഈ നമ്പർ കൊള്ളാളിയാ. ഇതുപോലെ 3-4 പ്രാവശ്യം തലകുത്തി താഴെ വീണാല്
ഉള്ള നീരെല്ലാം കൂടെ മേലോട്ട് കയറി ഒന്നുകൂടെ ഒന്ന് ചീർക്കും. നിങ്ങളെല്ലാം കൂടെ ചേർന്ന് എന്നെ ദ്രോഹിക്കുകയാണ്. ഇത് മനഃപൂർവ്വം ചെയ്തല്ലേ? ഏതേ ഈ തീപ്പായ എന്റെ കാലിന്റെ അടിയിൽ നിർത്തി മാറ്റിയത് ഞാൻ വീട് ചാവത്തേക്ക് ചത്തോട്ടെ എന്ന് കരുതി മനഃപൂർവ്വം ചെയ്തതല്ലേ? ഇല്ല, ഇനി ഈ വീട്ടിൽ ഞാൻ താമസിക്കില്ല. നിന്റെ ഭർത്താവിന്റെ കൊല്ലാതെ. എടി ഞാനൊന്നും അറിഞ്ഞതല്ല. അളിയൻ ദിവസം ഓരോ നമ്പർ കാണിക്കും. നമ്പർ കാണിച്ച് തലയും കുത്തി താഴെ വീഴുമ്പോ അത് മറ്റുള്ളവരുടെ പള്ളിക്ക് വെക്കും. അയ്യോ അല്ല, ഇത് മനഃപൂർവ്വമാണ്. നിങ്ങൾ ചെയ്യും, ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. നിങ്ങൾ പട്ടാളക്കാരെ ശവം കണ്ട് മഴ വെച്ചവരാ. നല്ല മരം കിട്ടണമെങ്കിൽ കൂപ്പി പോകണം. ശരിയാ ശരിയാ. ചേട്ടാ, ചേട്ടന്റെ ഒരിടത്തും പോകണ്ട. ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ചേട്ടന് ഇഷ്ടമുള്ള അഭ്യാസം ഇവിടെ കാണിക്കണം. ആരെന്ത് ചോദിക്കുന്ന എനിക്കൊന്ന് കാണണം. ഇത് എന്റെ വീടാണ്. ചേട്ടന്റെ അനിയത്തി സരസ്വതിയാ പറയുന്നത്. പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. അയാൾ എന്നെ ഉരുട്ടിയിട്ട് നിങ്ങൾക്ക് സങ്കടമൊന്നുമില്ലല്ലേ? ഞാൻ എന്താ മരം ഇരുമ്പോ പറ്റുവാണോ? ഒറ്റ തടിയാ, 5 ലക്ഷം രൂപയുടെ സ്വത്താ കയ്യില്. ഇറങ്ങി പോയാലേ എനിക്ക് ഇത്തിരി ഛേദമുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്. ആകെ കൂടെ ഉള്ളത് ഇതാ. എന്താ കുന്തം? എന്തിനാ പന്തം? ചെവിയൊട്ട് കേൾക്കാനും വയ്യ. ലോകത്തുള്ള വർത്താനം മുഴുവൻ അറിയാൻ വേണം. കാലം ചത്തോ? ഇതിനെ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ നേരമായില്ലേ? ഉള്ളതാ, കാറുണ്ട്, മഴ പെയ്യും. പെയ്യോ? എന്നാ മറ്റുള്ളവർ ഇറങ്ങിയെന്നു. തനിക്കൊരു കാറൊക്കെ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? പറ്റും സാർ. ഇപ്പൊ തന്നെ ഓട്ടോയ്ക്ക് എത്രയാ ചെലവാകുന്നത്? കാറാകുമ്പോ അത്രയും വരില്ല. ഞാനിപ്പോ ഇത്തിരി ടൈറ്റില്ല. ആ സാമുവലിന്റെ പേയ്മെന്റ് അത് ഒരെണ്ണത്തിന് വില പറഞ്ഞു വെച്ചിരിക്കുക. മാസാമാസം സാറ് ശമ്പളത്തിന് പിടിച്ചോളൂ. ആ ഏതായാലും താൻ ഉച്ചയ്ക്ക് ഓഫീസിലേക്കോ? എന്തായി? മൂപ്പര് അഡ്വാൻസ് തരാൻ സാധ്യതയുണ്ട്. പക്ഷെ മേസ്ത്രി, നിങ്ങളുടെ ഒരാളുടെ ഉറപ്പിന്റെ പുറത്താ ഞാൻ കാറ് വാങ്ങുന്നത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. കാറ് കണ്ടീഷനാ. ആ കോളനിയിൽ എല്ലാവർക്കും കാറുണ്ട്. ഇതൊക്കെ ഒരു ആർഭാടാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരാൾക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ. എന്റെ ഭാര്യക്കും മോൾക്കും ഇത്തിരി ലെക്ചർ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്താർത്ഥം? അത് കറക്റ്റാണ്. എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒരാൾ വേണല്ലോ. അതെന്തിന്? എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനേ. ഞാനുള്ളപ്പോ പിന്നെ വേറെ ഡ്രൈവറിന്. സാറേ, 4 കൊല്ലം മദ്രാസിയിലെ ടാക്സി കൊടുത്ത കയ്യാണ്. പിന്നെ മോള് സ്കൂൾ വിട്ട് വരുമ്പോ കൂടെ ഇറങ്ങി വന്നില്ലേ ഒരു ടീച്ചർ? നല്ല ഉയരമുള്ള ടീച്ചർ. അവരെന്നെ Did you see the film Messi on TV? Did you like it? Oh, that old man with long hair and big moustache was simply superb, no, auntie? What is his name? My name is Kanjana. Oh no, I'm talking about that actor. മോള് വേഗം മുമ്പോട്ട് നടക്ക. He's a British actor, remember? My husband waiting. What is your husband, auntie? Husband is Sukumaran. I know that. What is he? No, no. No, what no? മോള് വാ, വേം വാ. Hi, Kanchi. മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരായിരുന്നു. അത് പിന്നെ കണ്ടാലറിഞ്ഞൂടെ? Hi, Mom. Get me something to eat. I feel so hungry. ആദ്യം പോയി കുളിക്ക്. ഐ ആം കമ്മിങ്. കാഞ്ചി, നീ വന്നേ. ഞങ്ങളെ ആ അഡ്വക്കേറ്റിന്റെ ഭാര്യയെ പറ്റി പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. കാഞ്ചി ഇങ്ങോട്ട് വന്നപ്പോ ഒരു ചുമപ്പ് മാരുതി അങ്ങോട്ട് പോകുന്ന കണ്ടില്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചാലും കാണാൻ പറ്റൂല. ഗ്ലാസ് മുഴുവനും പേപ്പർ ഒട്ടിച്ചിരിക്കല്ലേ. ലക്ഷ്മണൻ കോൺട്രാക്ടറുടെ കാറാ അത്. അഡ്വക്കേറ്റിന്റെ ഭാര്യയെ ഡിന്നറിന് കൊണ്ടുപോവാ. കോൺട്രാക്ടറിന്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ കാശ്, അഡ്വക്കേറ്റിനാണെങ്കിൽ കേസില്ല. ആ സ്ത്രീ വല്ലപ്പോഴും ഒരിക്കൽ ഡിന്നർ കഴിക്കുന്നതിൽ എന്താ തെറ്റ്? തെറ്റല്ലേ? ഈ കോളനിക്കല്ലേ എന്റെ ചീത്ത പേര്? നമ്മളെ പോലെ അന്തസ്സായി ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരപമാനമാ സ്ത്രീ. അത് ശരിയാ. തുലു, ഇറച്ചിക്കറിക്ക് മല്ലി വറുത്തരിക്കണോ വറക്കാതിരിക്കണോ? പരുത്തരച്ചോളൂ തങ്കു. തേങ്ങാപ്പാൽ പുഴിയണം കേട്ടോ. ഓക്കേ. Come to the point. Mom, are you coming or not? I am coming, ജോജോ. അവക്ക് ദേഷ്യം വന്നാലേ വല്ല ടിവിയോ മറ്റോ തല്ലിപ്പൊട്ടിച്ച് കളയും. ഞാൻ പോയിട്ട് വരട്ടെ. അഡ്വക്കേറ്റിന്റെ ഭാര്യയെ പറ്റി വേറെയും പല കഥകളുണ്ട്. ഞാൻ വന്നിട്ട് പറയാം. നല്ല പുള്ളിയാ അഡ്വക്കേറ്റിന്റെ ഭാര്യയെ കുറ്റം പറയുന്നത്. കാഞ്ചിക്കറിയോ ഈ പോയ സ്ത്രീയുടെ പൂർവ്വചരിത്രം വല്ലതും? സിംഗപ്പൂരിൽ വെച്ച് ഒരു ചൈനക്കാരനെ കൊന്നേച്ച് ഓടി പോന്നതാ ഈ ജീജി. അയ്യോ, ഒറിജിനൽ പേര് ജീജി എന്നൊന്നും അല്ല, ഏലിയമ്മ. പാവം ചൈനക്കാരൻ സ്വത്തും പോയി ജീവനും പോയി. വശീകരിച്ചെടുത്തതാ. സിംഗപ്പൂരിൽ ചെന്നാലേ ഇവിടെ തൂക്കിക്കൊല്ലും. ആണോ? കൊള്ളാം. ഭർത്താവെന്ന് പറഞ്ഞ ആ കോമാളിയില്ലേ, അവൻ ബോംബെയിൽ ഏതോ ഒരു ഹോട്ടലിൽ ബോയ് ആയിരുന്നു. ഇവള് ഒളിച്ചു താമസിക്കുമ്പോ കൂടെ കൂടിയതാ. ആ ചെറുക്കന്റെ തന്ത വേറെ ആരോ. ഈശ്വര, എന്തൊക്കെയാ ഈ കേക്കണത്?
അയ്യോ സുഖമായിട്ട് ഇന്ന് കാറ് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. ആണോ ചേച്ചി? പിന്നെ വരാം. ഒന്ന് ഞങ്ങൾ തല്ലാൻ മതി. ഇപ്പോഴോ? ഹായ്, ഇത് നമ്മുടെ കാറാണ് സുഖേട്ടാ. അതെ. അയ്യോ എനിക്ക് സന്തോഷായി. മോളെ ഇത് നമ്മുടെ കാറാ. എന്തിനാ ഗേറ്റ് തുറക്കുന്നേ? അകത്ത് കേറ്റണ്ട, കുറച്ചേരം വെളിയിൽ കിടക്കട്ടെ. നാലാള് കാണട്ടെ സുഖേട്ടാ നമ്മുടെ കാറ്. എങ്ങനെയുണ്ട് കാർ? ഇഷ്ടപ്പെട്ടോ? അസലായിരിക്കുന്നു. ഇനിയിപ്പൊ ഇത്തിരി മോശമായി തന്നെ എന്താ, ഒരു കാറായല്ലോ. ഈ കോളനിയിൽ നമുക്ക് തലയുയർത്തി പിടിച്ച് നടക്കാമല്ലോ. അതൊന്നും തരണ്ട. വണ്ടി അകത്ത് വേണ്ട വേണ്ട, മേസരി ഇറങ്ങിക്കോ. ഇതിന്റെ എഞ്ചിൻ ഇപ്പം നാട്ടിൽ കിട്ടൂല. ആണോ? പിന്നെ അതുപോലെ ബോഡി തീരെ കിട്ടൂല. ഒരുമാതിരി വണ്ടിയൊന്നും മാരുതി. ആ ഒരുമാതിരിപ്പെട്ട വണ്ടി മാരുതി. ആ ഇതിനോടൊക്കൂല. ഞങ്ങള് പുതിയ കാറ് വാങ്ങി. പുതിയതല്ല. അങ്ങനെ പറഞ്ഞാ മതി. പുതിയതോ? ഇതോ? അതെ, പുതിയ ഏത് കാറിനേക്കാളും ഉറപ്പുള്ള വണ്ടി അത്. മാത്രല്ല ഇതിന്റെ ബ്രേക്ക് ചവിട്ടിയാ ചവിട്ടോർത്ത് നിൽക്കും. പിന്നെ മറ്റുള്ള വണ്ടിയൊക്കെ ഇവിടെ ബ്രേക്ക് ചവിട്ടി ആകാശത്ത് പോയിട്ട് നിൽക്ക. താൻ ഏതാ? ഈ തല്ലിപ്പൊളി വണ്ടി എഞ്ചിനീയറുടെ തലയിൽ കെട്ടിവെക്കാൻ വന്ന ബ്രോക്കർ ആയിരിക്കും. ബ്രോക്കറോ? ഞാനോ? ആരാ എഞ്ചിനീയർ? മേസ്ത്രി വണ്ടി എടുത്ത് അകത്തിടും. സാറിന് ആരെങ്കിലും ചുമ്മാ തന്നായിരിക്കും അല്ലേ? ചുമ്മാ തരേ? ഇതേത് മോഡലാണെന്ന് അറിയോ? ഏതായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള മോഡലായിരിക്കും. ദേ സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധമാറും. ആളാരാണെന്നൊന്നും ഞാൻ നോക്കൂല. മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കേ? ഒന്ന് പോയേ. ആരാ ഇയാള്? എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ? ഒറ്റയടിക്ക് 14 കഷ്ണാക്കി കളയും ഞാൻ. വിരലി കൊണ്ട് സംസാരിക്കരുത്. മേസ്ത്രി, മേസ്ത്രി ഇങ്ങോട്ട് വന്നേ. മേസ്ത്രി ഇങ്ങോട്ട് വാ. വഴക്ക് വേണ്ട മേസ്ത്രി, ക്ഷമിച്ചുകളാ. അയാൾ കറാട്ടൊക്കെ പഠിച്ചിട്ടുള്ള ആളാ. എന്ത് കരാട്ടെ? അതാള് വീട്ടിൽ മതി. എന്നാലും ക്ഷമിച്ചുകളാ. മേസ്ത്രി വണ്ടി എടുത്ത് അകത്തിട്ട് എന്നിട്ട് കാലത്ത് വാ. എനിക്ക് ഉടനെ ഡ്രൈവിംഗ് പഠിക്കണം. അതൊക്കെ ഞാനേറ്റ്. ഈ മാതിരി ആളുകൾ നമുക്ക് പറ്റൂല പറ്റൂല പറ്റൂല. ചരച്ചൊതി ചരച്ചൊതി ചരച്ചൊതി. ദിവസം 100 പ്രാവശ്യം കിടന്ന് വിളിക്കും. ഞാൻ എന്താ പൊട്ടിയാണോ? നിന്നെ സരസ്വതി എന്ന് വിളിക്കുന്ന എന്നെ വേണം തല്ലാൻ. നിന്റെ സ്വഭാവം അനുസരിച്ച് വല്ല ഭദ്രകാളിന്നോ മറ്റോ വേണം വിളിക്കാൻ. ഒന്നേ വിളിക്കത്തുള്ളൂ, പിന്നെ വിളിക്കില്ല. ഞാൻ നിന്റെ പേരല്ലേടി വിളിച്ചത്. വിളിച്ചോ? പക്ഷെ ഇത്ര കീറണ്ടെന്നാ പറഞ്ഞത്. അയലത്തെ വീട്ടില് പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും സരസ്വതി എന്നാ. കാണാൻ എങ്ങനാ? ഞാൻ കണ്ടില്ല, കേട്ടതേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ സരസ്വതി കാപ്പി എടുക്കുന്നു പറയും, അവിടെ കാപ്പി എടുക്കും. സരസ്വതി ചോറ് വിളമ്പെന്ന് പറയും, അവിടെ ചോറ് വിളമ്പും. അതുപോട്ട് വേറെ വല്ല അബദ്ധമാണ് വിളിച്ചു പറയുന്നെന്ന് വെച്ചാ? ഇങ്ങനെ ഒരു ഉടക്ക് കിടക്കുന്നത് ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ തലയ്ക്കകത്ത് എന്താണ്, ചെളിയാണോ? അല്ല. ഈ കുന്തോട്ടുണ്ട് അകത്ത് കയറുന്ന ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ? പാപ്പാസൊക്കെ ഊരി വെളിയിൽ വെച്ചിട്ട് കുളിച്ചിട്ട് അകത്ത് കയറി വന്നാ മതി. മനസ്സിലായോ? Yes, you are right. ഒരു ഡിസിപ്ലിൻ ഉള്ളത് നല്ലതാ. Yes. പൈപ്പില് വെള്ളമില്ല, കിണറ്റേന്ന് പോരിക്കോ. പൈപ്പില് വെള്ളമില്ല, പക്ഷെ 1-ാം തീയതി ആകുമ്പോ ബില്ലിങ് വരും. അയ്യോ, എവിടെ പോയിട്ട് വരുവാ രാവിലെ? ഓടാൻ. പറ്റിയ പോലെ എങ്ങനെയാണ് നോടാതെ രാവിലെ 10 ബസ്കേട് ദേഹം ഇതുപോലെ ഉരുണ്ടു വരും. നീരായിരിക്കും ഉരുണ്ടു വരുന്നത്.
പൈപ്പ് വെള്ളം നിന്ന് പോയി. ആ, ഇനി കോരണ്ട. ഇതും കൂടെ കൊണ്ട് ഞാൻ കുളിച്ചോളാം. ഞാനാണ് ഇവിടുത്തെ ബാല്യക്കാരൻ. ആ, ഇനി കോരി തരാമെന്നോ? വേണ്ട വേണ്ട, തലയിൽ ഒഴിക്കാൻ ഇത് മതി. ഓ, താമസിക്കാതെ ആരെങ്കിലും തന്നെ കുളിപ്പിച്ച് കിടത്തും. ഞാൻ ഇപ്പൊ ഇറങ്ങാം. ഇവിടെ കുളിച്ചു. സഹായിക്കണ്ട, ഞാൻ ഇവിടെ കുളിച്ചോളാം. ഓ, കീഴക്ക് ഒഴിച്ചതായിരിക്കും. അയ്യോ, എന്തൊരു കുളിര. പാലാഴി മംഗളൻ കൊങ്കപുടരുന്ന കോമള രൂപത്തെ കാണുമാറാകണം. കൊങ്കപുണരുന്ന കോമള രൂപത്തെ കാണുമാറാകണം. അയ്യോ, നാരായണ നാരായണ നാരായണ. അയ്യപ്പാ, എന്റെ എച്ചിൽ കഴിയുന്ന പണി ഞാൻ നിർത്തി. ഇന്ന് തന്നെ റെസ്റ്റോറന്റിലെ സ്ഥലം കണ്ടുപിടിച്ചേ പറ്റൂ. നീ കുളിക്കുന്നില്ലേ? എന്റെ ഗുളിയെ കഴിഞ്ഞു. നീ ഓംലെറ്റ് ഉണ്ടാക്കുക. ബ്രെഡും കൊട്ടി ഒരു പിടി പിടിക്കാം. ഓംലെറ്റ്? നല്ല വെള്ള കടലാസിൽ ഓംലെറ്റ് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് എടുത്തങ്ങ് മിണിങ്ങാ മതി. നിന്റെ മറ്റോ മേടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ. മുട്ട തീർന്നോ? അല്ല, നീ എന്നാ മേടിച്ചത്? അത് ശരിയാ. തള്ള കുളിക്കല്ലേ. നീ ഫ്രിഡ്ജ് തുറന്ന് ഒരു 20 മുട്ട ഇങ്ങട്. 20? ഉച്ചക്കലത്തേക്ക് രാത്രി കൂടെ ഉൾപ്പെടെ പോരട്ടെ. അതിന് നീ എടുക്കാൻ എളുപ്പം ഉണ്ടാക്കി പോയി. ഞാൻ തിന്നാൻ വരാം. നീ ഇങ്ങനെ കാണിക്കരുത്. ഗുഡ് മോർണിംഗ് ആന്റി. നിങ്ങൾ ഇവിടുത്തെ പേയിങ് ഗസ്റ്റ് ആണോ അതോ നോൺ പേയിങ് തീവ്സ് ആണോ? വാട്ട് ഹാപ്പൻഡ് ആന്റി? നിന്റെ ആന്റിയും കൂന്റിയൊന്നും ഇവിടെ വേണ്ട. വാടക ചോദിക്കുമ്പോ ബബ്ബ. ഒരു സാധനം വിശ്വസിച്ച് അത് തെറ്റാൻ വയ്യ. മോഷണം. എന്റെ മക്കളെ പോലെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറിക്കോട്ടെ എന്ന് വിചാരിച്ചത് മഹാപോടാളിയായി പോയല്ലോ. ആന്റി ജോക്കിംഗ്. നിർത്തണോ? നീയൊന്നും ഇനി മോഷ്ടിക്കരുത്. ഇത് ഞങ്ങളുടെ മുട്ടയാ? അല്ല, ഇത് ഏതോ കോഴിയിട്ട മുട്ട. ഞാന് $1 കൊടുത്ത് വാങ്ങിച്ച മുട്ട. നിനക്ക് വിവരമുണ്ട്, ബുദ്ധിയില്ല. അവരുടെ മുമ്പിൽ വെച്ചതിനെ കൊണ്ട് ഞങ്ങളോ അല്ലേ? ഇനിയിപ്പോ എന്ത് വയറ് വിഷം? ഇത് കുരുമുളക്, ഇത് ഉപ്പ്, രണ്ടും കൂടെ തട്ടിയിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി. രാവിലെ കയറി ആശിച്ചും പോയല്ലോ. ഇവിടെ നിർത്തും. ഇതാണ് ഞാൻ പറഞ്ഞ ഏരിയ. പണക്കാരുടെ സെന്ററാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടാം, പക്ഷെ ക്വാളിറ്റി ഗംഭീരമായിരിക്കും. ഗംഭീരമാണെന്ന് തോന്നിപ്പിച്ചാലും പോരെ. ഇവിടെ അങ്ങനെ ഒഴിഞ്ഞ വീട് കിട്ടുമോ? കിട്ടുമോ എന്ന് അന്വേഷിക്കാനാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. Here's a light. Hey, isn't the thing in CID? Oh my God, that's the same guys who tried to shoot us at the girl's house. CIDs! Where? There, they found the place. Jesus, Mr. Redford was right. They are smart and dangerous. Martha, I'm gonna hide. Stop! Don't hide in the bathroom. It's dangerous. Darsham! Where will I hide? I hide under the table. I know where I'll hide. This is not time to read a book. Come on, let's go hide. ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാം. വാടകയ്ക്ക് ഏത് വീടാണ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അന്വേഷിക്കാമല്ലോ. They're outside. Let's shoot them down. Don't talk nonsense. We don't know whether they're with the police or not. Go and hide. I'll handle this. Martha, be careful. Act smart, I'll shoot them. You come with me. Go and hide.
we are. There's nobody here except me and my husband. That's okay. We are looking for a house. But you're not looking for this house. Madam, we want to know actually. Please don't misunderstand. We're very poor people living here, It's not that. but we don't know anything about it. Madam, listen. What we want to don't know. know. Please, there are no criminals staying in this house. ഇതെന്തുവാടേ ഇത്? What? Nothing. നമുക്ക് വട്ടാണെന്ന് തോന്നുന്നു. ദേഹോദരം ഏൽപ്പിക്കുന്നതിന് മുമ്പ് വലിയ. We are not responsible for anything. Okay, okay, relax. ഇതെന്തോന്ന്? ഞങ്ങൾ പോകണു. Oh, thank you, God. The CIDs have no idea that you're here. Well done, Martha. We must be more careful. Now I'm sure the CIDs are not succeeding in getting the crown from the Indian girl's home. She's hiding it somewhere. In that case, we should ask Tom and the others to search the house and find it. My God, my crown. $3 million.